ദിവസം ഇതുവരെയുള്ള വാർത്തകളുമായി ലൈവ് at 6 തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. തെരുവ് നായ കേസിൽ മൃഗസ്നേഹികളെ പരിഹസിച്ച് സുപ്രീം കോടതി. കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകാമെന്ന കോടതി. നിയമങ്ങൾ പാലിക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ചയെന്ന നിരീക്ഷണം. ജനങ്ങളെ ബോധവൽക്കരിച്ചാൽ തെരുവ് നായ ആക്രമണം തടയാമെന്ന മൃഗസ്നേഹികളുടെ സംഘടനകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാർ ജയിലിൽ തന്നെ. ജാമ്യാപേക്ഷ തള്ളി കൊല്ലം വിജിലൻസ് കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി നീട്ടി. സിബിഐ അന്വേഷണം അനിവാര്യമെന്ന് ആവർത്തിച്ച് രമേശ് ചെന്നിത്തല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിതയെ കക്ഷി ചേർത്ത ഹൈക്കോടതി. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശം. രാഹുലിന്റെ അറസ്റ്റ് 21 വരെ നീട്ടി. ജാമ്യം നൽകുന്നത് ജീവന് ഭീഷണിയെന്ന് പരാതിക്കാരി. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ച യുവതിയുടെ ശരീരത്തിനുള്ളിൽ തുണി. ചികിത്സിച്ച ഡോക്ടർക്കെതിരെ പരാതി. വിശദമായ അന്വേഷണം നടത്തുമെന്ന് DMO. പ്രതിഷേധമുയർത്തി കോൺഗ്രസും BJPയും. വിവാദങ്ങൾക്കൊടുവിൽ ശാസ്തമംഗലത്തെ ഓഫീസ് VK പ്രശാന്ത് ഒഴിയുന്നു. പുതിയ ഓഫീസ് മരുതൻകുഴിയിൽ. മാറുന്നത് അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാനെന്ന MLA. തീരുമാനം വ്യക്തിപരമെന്നും പ്രശാന്ത്. നമുക്ക് വേറൊരു സ്ഥലത്ത് ഇപ്പോൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അനാവശ്യ വിവാദങ്ങൾ വേണ്ട എന്നാലോചിച്ചിട്ട് അങ്ങോട്ട് മാറുന്നു. അത്രയേ ഉള്ളൂ. അതിന്റെ പിന്നിൽ വേറൊന്നുമില്ല. ജനനായകന്റെ റിലീസ് അനിശ്ചിതത്വത്തിൽ. റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ട തീരുമാനം നിർമ്മാതാക്കളെ അറിയിക്കാത്തത് എന്തെന്ന് സെൻസർ ബോർഡിനോട് കോടതി. പ്രദർശനാനുമതി വിധി പറയാൻ മാറ്റി. പരാതി നൽകിയത് EC അംഗമെന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ വെളിപ്പെടുത്തൽ. ഇറാനിൽ ആഭ്യന്തര കലാപം രൂക്ഷം. പ്രതിഷേധം കൂടുതൽ പ്രവിശ്യകളിലേക്ക് പടരുന്നു. മരിച്ചവരുടെ എണ്ണം 35ആയി. ഗ്രീൻലാൻഡ് കൈയടക്കാൻ അമേരിക്കയുടെ നീക്കം. ട്രംപിന്റെ നീക്കത്തിനെതിരെ യൂറോപ്യൻ നേതാക്കൾ. വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് മാറ്റിവെക്കാൻ സാധ്യത. നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി വിധി പറയുന്നത് റിലീസ് നിശ്ചയിച്ചിട്ടുള്ള ജനുവരി 9 രാവിലെയാണ്. പല നഗരങ്ങളിലും ചിത്രത്തിന്റെ അതിരാവിലെയുള്ള പ്രദർശനങ്ങൾ ഇപ്പോൾ തന്നെ റദ്ദാക്കി കഴിഞ്ഞു. ചിത്രത്തിനെതിരെ പരാതി വന്നത് സെൻസർ ബോർഡിൽ നിന്ന് തന്നെയാണെന്ന് കോടതിയിൽ വെളിപ്പെടുത്തൽ. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, ഏറ്റവും നിർണായകമായ വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. അത് സെൻസർ ബോർഡ് അംഗം തന്നെ നൽകിയ പരാതിയാണ് ഈ സിനിമയ്ക്കെതിരെ ഉള്ളത് എന്നതാണ്. നിലവിൽ 9 റിലീസ് നടത്താൻ കഴിയും എന്ന നിലയിലാണോ കാര്യങ്ങളുള്ളത്? ശ്രീജ, വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ള സെൻസർ ബോർഡിൽ നിന്നും ഓരോ സമയത്തും കേൾക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിലെ ജാനകി എന്നുള്ള പേരായിരുന്നു പ്രശ്നമെങ്കിൽ ഇന്ന് സെൻസർ ബോർഡിനകത്ത് നിന്ന് തന്നെ ഉള്ള ഒരാൾ പരാതിയുമായി ഒരു സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ, അതായത് ജനനായകൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള KNB പ്രൊഡക്ഷൻസ്, അവർ കഴിഞ്ഞ മാസം ഡിസംബർ 18 ഈ ചിത്രം സെൻസറിങ്ങിനായിട്ട് നൽകുന്നത്. അതിനുശേഷം 19 ഈ ചിത്രം സെൻസർ ബോർഡ് അംഗങ്ങൾ കാണുകയും അതിനുശേഷം ഈ ചിത്രത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാതാക്കൾ സിനിമയിൽ 27 കട്ട് വരുത്തുകയും അതുപോലെ ചില സംഭാഷണ രംഗങ്ങൾ മ്യൂട്ട് ചെയ്യുകയും ചെയ്തു. മാറ്റം വരുത്തിയിട്ടുള്ള ആ വേർഷൻ ഡിസംബർ 22 സെൻസർ ബോർഡിന് മുൻപാകെ സബ്മിറ്റ് ചെയ്തത്. അതിനുശേഷം ചിത്രം 3 മണിക്കൂർ 3 മിനിറ്റായി റിലീസ് ചെയ്യാമെന്ന് സെൻസർ ബോർഡ് സമ്മതിക്കുകയും ചിത്രത്തിന് US16+ സർട്ടിഫിക്കറ്റ് നൽകും എന്ന് സെൻസർ ബോർഡ് ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ അതിനുശേഷമാണ് ഈ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഒരു നീണ്ടുപോകുന്നത്. റിലീസിൻ്റെ അതേ ആഴ്ച, ഈ ആഴ്ചയായിട്ടും സെൻസർ സർട്ടിഫിക്കറ്റ് ഇതുവരെ നിർമ്മാതാക്കൾക്ക് നൽകിയിരുന്നില്ല. അതിനെ തുടർന്നാണ് ഈ നിർമ്മാതാക്കൾ പരാതിയുമായി ഹൈക്കോടതിയിൽ എത്തുന്നത്. ഹൈക്കോടതിയിൽ പരാതി സമർപ്പിച്ച നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഈ സെൻസർ ബോർഡിൽ നിന്നും ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. ചിത്രം ഒരു റിവൈസിംഗ് കമ്മിറ്റി
കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. റിവൈസിംഗ് കമ്മിറ്റി കണ്ടതിന് ശേഷം അതിലെ റിവൈസിംഗ് കമ്മിറ്റിയിൽ 9 അംഗങ്ങളുണ്ടാകും. ഇവരായിരിക്കും അന്തിമ തീരുമാനമെടുത്ത് ചിത്രത്തിന് പ്രദർശനാനുമതി നൽകുക എന്ന് ഈ സെൻസർ ബോർഡ് പറയുകയും ചെയ്തു. സെൻസർ ബോർഡ് അതിന് നൽകിയ ഒരു വിശദീകരണം, ചിത്രത്തിനെതിരെ പരാതി വന്നിട്ടുണ്ട്, അതായത് മതവികാരം വ്രണപ്പെടുത്തുന്നു, അതുപോലെ സൈനികരെ വികലമായി ചിത്രീകരിക്കുന്നു എന്നുള്ള 2 പരാതികൾ ചിത്രത്തിനെതിരെ ലഭിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വാദം നടന്നിരുന്നില്ല. ഈ മദ്രാസ് ഹൈക്കോടതിയിലാണ് നിർമ്മാതാക്കൾ പരാതി സമർപ്പിച്ചിരുന്നത്. ചൊവ്വാഴ്ച വാദം നടന്നിരുന്നില്ല. ഇന്ന് ബുധനാഴ്ച രാവിലെയാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് വാദം കേൾക്കുന്നത്. അപ്പോൾ നിർമ്മാതാക്കൾ ആദ്യം തന്നെ ഉയർത്തിയ ചോദ്യം, ഈ റിലീസാകാത്ത ചിത്രത്തിന് സിനിമ ഇതുവരെയും എവിടെയും പ്രദർശിപ്പിച്ചിട്ടില്ല, ഈ സെൻസർ സർട്ടിഫിക്കറ്റിന് വേണ്ടി നൽകിയ ചിത്രത്തിനെതിരെ എവിടെ നിന്ന് പരാതി വന്നു എന്ന് നിർമ്മാതാക്കൾ ചോദിച്ചു. അപ്പോഴാണ് സെൻസർ ബോർഡ് വെളിപ്പെടുത്തുന്നത് സെൻസർ ബോർഡിലെ ഒരു EC അംഗം തന്നെയാണ് ചിത്രത്തിനെതിരെ പരാതി നൽകിയത്. നിർമ്മാതാക്കളുടെ മറുചോദ്യം, ഇത് എങ്ങനെയാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ മാത്രമുള്ള ഒരു ബോർഡാണ്, അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഒരു സിനിമയ്ക്കെതിരെ തന്നെ പരാതി നൽകാൻ കഴിയുക എന്ന് ചോദിച്ചു. അപ്പോൾ സെൻസർ ബോർഡ് നൽകുന്ന ഉത്തരമെന്ന് പറയുന്നത് സെൻസർ ബോർഡിൻ്റെ അധികാര പരിധിയിൽ അത് ഉൾപ്പെടും. സെൻസർ ബോർഡ് ചെയർമാനായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ചെയർമാൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ചിത്രം ഇത്തരത്തിൽ ഒരു റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ട് ചിത്രത്തിൻ്റെ ഒരു പ്രദർശനം നൽകണമോ വേണ്ടയോ, ഏത് തരം സർട്ടിഫിക്കറ്റാണ് നൽകേണ്ടത്, ഇനി എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് റിവൈസിംഗ് കമ്മിറ്റി നിർദ്ദേശിക്കും എന്നുള്ള ഒരു മറുപടിയാണ് സെൻസർ ബോർഡ് നൽകിയത്. അപ്പോൾ ഹൈക്കോടതി സെൻസർ ബോർഡിനോട് ചോദിച്ചത് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടിട്ട് എന്തുകൊണ്ട് നിർമ്മാതാക്കളെ അറിയിച്ചില്ല എന്നൊരു ചോദ്യം ചോദിച്ചു. പക്ഷേ നിർമ്മാതാക്കളോട് ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു സെൻസർ ബോർഡ് നൽകുന്ന ഉത്തരം. ഹൈക്കോടതി നിർമ്മാതാക്കളോട് 9-ാം തീയതിയുള്ള റിലീസ് 10-ാം തീയതിയിലേക്ക് മാറ്റിവെക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ നിർമ്മാതാക്കളായിട്ടുള്ള KNV പ്രൊഡക്ഷൻസ് അത് ചിത്രത്തെ വളരെ മോശമായിട്ട് ബാധിക്കും, അതിൻ്റെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടവും വലിയ പ്രതിസന്ധി, തിയേറ്ററുകളിൽ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് KNV പ്രൊഡക്ഷൻസ് നൽകിയത്. എന്തായാലും നിർമ്മാതാക്കൾ ഇപ്പോൾ തന്നെ തിയേറ്റർ ഉടമകളുമായിട്ടും അവർക്കൊരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. കാര്യം ചിത്രത്തിൻ്റെ ഒരു ഷെയറുമായി, ലാഭത്തിൻ്റെ ഷെയറുമായി ബന്ധപ്പെട്ട് തിയേറ്റർ ഉടമകളുമായിട്ട് അവർക്ക് ഓൾറെഡി ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ സിനിമയുടെ റിലീസ് മാറ്റിവെക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യം കോടതിയിൽ നിന്ന് തന്നെ ഉയർന്നത്. എന്തായാലും തമിഴ്നാട്ടിലുള്ള പല നഗരങ്ങളിലും ചിത്രത്തിൻ്റെ അതിരാവിലെയുള്ള ബുക്കിങ്ങുകൾ ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും റദ്ദാക്കിയിട്ടുണ്ട്. 10 മണിക്ക് ശേഷമുള്ള ഷോസ് മാത്രമേ പല സ്ഥലങ്ങളിലും കാണിക്കുന്നുള്ളൂ. 9-ാം തീയതിയാണ് കോടതി ഈ വിഷയത്തിൽ അന്തിമവിധി പറയുന്നതെങ്കിൽ ചിത്രത്തിൻ്റെ റിലീസ് അത് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 9-ാം തീയതി വൈകുന്നേരം മുതലുള്ള പ്രദർശനങ്ങൾ മാത്രമേ ചിത്രത്തിന് കാണുകയുള്ളൂ. അത് ഒരു വിജയുടെ അവസാന ചിത്രം എന്നതിനെ സംബന്ധിച്ച് ഒരു 500 കോടി മുതൽ മുടക്കിൽ പുറത്തു വരുന്ന ചിത്രത്തിൻ്റെ ആദ്യ ദിന പ്രദർശനം തന്നെ ഇത്തരത്തിൽ മുടങ്ങിപ്പോകുന്നത് നിർമ്മാതാക്കൾക്ക് കനത്ത നഷ്ടം ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. വിജയ് ആരാധകരും അതുപോലെ തന്നെ വിജയുടെ പാർട്ടിയും ഇതിനെ മറ്റൊരു രാഷ്ട്രീയമായിട്ടുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ചിത്രത്തെ വിജയെ തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചിത്രത്തിനെതിരെയുള്ള നീക്കം എന്നാണ് TVK ഉൾപ്പെടെ ആരോപിക്കുന്നത്. അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. വിജയ് ഫാൻസിനെ സംബന്ധിച്ച്, തമിഴ്നാട്ടുകാരെ സംബന്ധിച്ച് ജനനായകൻ വെറും ഒരു സിനിമയല്ല, അത് വിജയുടെ അവസാന സിനിമയായിരിക്കുമെന്ന പ്രഖ്യാപനം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അത്രയേറെ കാത്തിരിപ്പുണ്ട്. അതിനിടയിലാണ് അതിനാടകീയമായ സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ ജനനായകന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. എന്തായാലും 9-ാം തീയതി രാവിലെയാണ് കോടതി ഇത് പരിഗണിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും സിനിമയുടെ റിലീസ്? അത് ഇനി ആകെ ഒരൊറ്റ ദിവസത്തെ കാത്തിരിപ്പാണ് അതിനുവേണ്ടിയുള്ളത്. 9-ാം തീയതിയാണ് ഇതിലൊരു തീരുമാനം അറിയിക്കുക. മറ്റു വാർത്തകളിലേക്ക് പോകാം. തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെ മൃഗസ്നേഹികൾക്ക് സുപ്രീം കോടതിയുടെ പരിഹാസം. കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നായിരുന്നു കോടതി പറഞ്ഞത്. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസിൽ വാദം കേൾക്കുന്നത്. മൃഗസ്നേഹികൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിന്റെ വാദത്തിനിടെയാണ് കൗൺസിലിംഗ് നൽകിയാൽ നന്നായിരിക്കുമെന്ന കോടതിയുടെ പരാമർശം. അക്രമകാരികളായ നായ്ക്കളെ പിടികൂടി ഷെൽട്ടറുകളിൽ എത്തിച്ച് വന്ധ്യംകരണം നടത്തി തിരികെ വിടണമെന്ന് കപിൽ സിബൽ ആവശ്യപ്പെട്ടു. ഇതിന് മറുപടിയായിട്ടായിരുന്നു ജസ്റ്റിസ് സന്ദീപ് മേത്തയുടെ പരിഹാസം. ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന് വീണ്ടും തിരിച്ചടി. ദ്വാരപാലക പാളി കടത്തിയ കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധിയും കോടതി നീട്ടി. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നീട്ടിയത്.
ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്താരാഷ്ട്ര പങ്ക് അന്വേഷിക്കണമെന്നും CBI അന്വേഷണം അനിവാര്യമെന്നും ആവർത്തിച്ച് രമേശ് ചെന്നിത്തല. അന്താരാഷ്ട്ര മാനമുള്ള കേസ് അന്വേഷിക്കാൻ SITക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ടുപോകാൻ സഹായിച്ചത് പത്മകുമാറാണെന്നാണ് റിപ്പോർട്ട്. അയ്യപ്പന്റെ വിഗ്രഹം വരെ അടിച്ചുമാറ്റി ഡ്യൂപ്ലിക്കേറ്റ് വെക്കുമായിരുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. ശബരിമലയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരും. ഇതിൻ്റെ അന്തർദേശീയ ബന്ധങ്ങൾ പുറത്തു വരണം. അതുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഒരു വിദേശത്തുള്ള വ്യവസായി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ആ വിവരങ്ങളാണ് ഞാൻ SITയുടെ മുമ്പിൽ പറഞ്ഞത്. അതിൻ്റെ വിശദാംശങ്ങളാണ് SIT അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തത്. പക്ഷെ ആ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. ആ അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയാത്തത് SITയുടെ പരിമിതമായ അധികാര പരിധി ഉള്ളതുകൊണ്ടാണ്. അത്തരം കേസുകൾ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാനമുള്ള കേസുകൾ അന്വേഷിക്കാൻ സംസ്ഥാനത്തെ ഒരു SITക്ക് പരിമിതിയുണ്ട്. അത് അന്വേഷിക്കണമെങ്കിൽ CBI പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ അനിവാര്യമാണ്. അതും ഇന്നത്തെ കോടതിയുടെ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ തന്നെ അത് നടക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ SITയുടെ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും പാർട്ടി നടപടി വൈകുന്നത് രാഷ്ട്രീയം ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് UDF. പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ കൂടുതൽ CPM നേതാക്കൾ പ്രതിരോധത്തിലാകുമെന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് UDF പ്രചാരണം സജീവമാക്കുന്നത്. അതേസമയം കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ മാത്രം നടപടിയെടുത്താൽ മതിയെന്നാണ് CPMന്റെ നിലപാട്. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. SIT കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പത്മകുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് CPM പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുകയാണെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കാനുള്ള UDFന്റെ തീരുമാനം. അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ പ്രചാരണത്തിനാണ് UDF തയ്യാറെടുക്കുന്നത്. അതായത് പത്മകുമാറിനെതിരെ ഒരു കടുത്ത നടപടി ഉണ്ടായാൽ അത് കൂടുതൽ CPM നേതാക്കളെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന ഒരു പ്രതീതി നിലനിൽക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുക എന്നൊരു ലക്ഷ്യമാണ് UDFന്റേത്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ചേർന്ന ലക്ഷ്യ ക്യാമ്പിൽ അടക്കം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വലിയ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിരുന്നു. പത്മകുമാറിനെതിരെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ, ഈ ഗൂഢാലോചനയിലടക്കം നേരിട്ട് പത്മകുമാറിന്റെ പങ്കുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിലെത്തി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. എന്നിട്ടും എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്നതാണ് UDF നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം. അവിടെ കഴിഞ്ഞ ദിവസം CPM ഇതിന് ജില്ലാ സെക്രട്ടറി അടക്കം, അതോടൊപ്പം CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അതിന് നൽകിയിരിക്കുന്ന മറുപടി, കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ മുഖം നോക്കാതെയുള്ള നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ആരോപണം മാത്രം നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ അത് വസ്തുതാപരമായി തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കേണ്ട കാര്യമില്ല. കാരണം പിന്നെ നാളെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ അവാസ്തവമെന്ന് വന്നാൽ ഇപ്പോൾ നടപടിയെടുത്താൽ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നതാണ് നേതാക്കൾ പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം. പക്ഷേ അതിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വേളയിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി അത് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതിനെ ഏത് തരത്തിൽ CPM നോക്കിക്കാണും എന്നതാണ് ഇനി അറിയാനുള്ളത്. പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടി. ജനുവരി 21 വരെ അറസ്റ്റ് പാടില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതേസമയം അതിജീവിതയെ കേസിൽ കക്ഷി ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിന് താൽക്കാലിക ആശ്വാസം നൽകുന്നതാണ് ഇന്ന് കോടതിയിൽ നിന്നും വന്നിരിക്കുന്ന നിർദ്ദേശം. 21 തീയതി വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. 21 തീയതി വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ വിശദമായൊരു വാദത്തിലേക്കായിരിക്കും കോടതി കടക്കുക. അതോടൊപ്പം തന്നെ അതിജീവിതയെ ഈ കേസിന്റെ കക്ഷി ചേർത്തിരിക്കുകയാണ്. ഇന്നലെയാണ് അതിജീവിത തന്നെ കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത് കോടതി സ്വീകരിച്ചിരിക്കുകയാണ്. ഒപ്പം സത്യവാങ്മൂലം നൽകുവാൻ 2 ആഴ്ചത്തെ സമയവും അതിജീവിതയ്ക്ക് നൽകുകയും ചെയ്തിരുന്നു. അതിജീവിത പ്രധാനമായും പറയുന്നത് തനിക്ക് ഇപ്പോൾ നേരിടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികളിൽ നിന്നും വലിയ തരത്തിലുള്ള സൈബർ അധിക്ഷേപം
അധിക്ഷേപമാണ് നേരിടുന്നത്. അതോടൊപ്പം ചില തെളിവുകളും ഹാജരാക്കാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകരുത് എന്നാണ് അതിജീവിത പറയുന്നത്. എന്തായാലും 21-ാം തീയതി അതിജീവിതയും ഹൈക്കോടതി കേൾക്കും. രാഹുൽ മാങ്കൂട്ടം തുടക്കം മുതൽ തന്നെ പറയുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു അതിജീവിതയുമായി തനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബലാത്സംഗം നിലനിൽക്കുകയില്ല. നിർബന്ധിച്ച് ഗർഭച്ഛിത്തം നടത്തി എന്ന് പറയുന്നത് തെറ്റാണ്. അത് തെളിയിക്കുന്ന ചില രേഖകൾ, തെളിവുകൾ തന്റെ പക്കലുണ്ട്. അതും കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. എന്തായാലും 21-ാം തീയതി ഹർജി പരിഗണിക്കുമ്പോൾ ഇരുവരെയും കോടതി വിശദമായി കേൾക്കും. അതിനുശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ വിധി ഉണ്ടാകുക. എന്തായാലും 21-ാം തീയതി രാഹുലിനെ സംബന്ധിച്ച് ഏറെ നിർണായകവുമാണ്. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ച യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കഷ്ണം പുറത്തുവന്നു. പ്രസവം നടന്ന് 75 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു സംഭവം. കടുത്ത വേദനയും ദുർഗന്ധവും കാരണം ആശുപത്രിയിലെത്തി 2 തവണ ഡോക്ടറെ കണ്ടിട്ടും ആവശ്യമായ ചികിത്സ നൽകിയില്ലെന്നും ആരോപണമുണ്ട്. ചികിത്സിച്ച ഡോക്ടറുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ട് മന്ത്രി OR കേളുവിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആശുപത്രി സൂപ്രണ്ടിനും യുവതി പരാതി നൽകി. മാനന്തവാടി എടവക പാണ്ടിക്കടവ് പാറവിളയിൽ വീട്ടിൽ ദേവിയാണ് സ്ത്രീരോഗ വിഭാഗം ഡോക്ടറുടെ പേരിൽ പരാതി നൽകിയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. മന്ത്രി OR കേളുവിന്റെ നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണം നടത്തുമെന്ന് DMO ഡോക്ടർ ആൻസി മേരി ജേക്കബ് അറിയിച്ചു. ശാസ്തമംഗലം കൌൺസിലർ R ശ്രീലേഖയുമായുള്ള തർക്കത്തിന് പിന്നാലെ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ഓഫീസ് ഒഴിയുന്നു. മരുതൻകുഴിയിലാണ് പുതിയ ഓഫീസ്. ശാസ്തമംഗലത്തെ നിലവിലെ ഓഫീസിൽ നിന്ന് സാധനങ്ങളെല്ലാം മാറ്റി. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് തീരുമാനമെന്ന് VK പ്രശാന്ത് പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് VK പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് വേണം നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം വട്ടിയൂർക്കാവിലെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച MLA ആണ് VK പ്രശാന്ത്. അപ്പോൾ VK പ്രശാന്തിനോട് കൗൺസിലറായ R ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടായ ഓഫീസ് മാറണം എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അത് MLA എന്ന പദവിയിലിരിക്കുന്ന ഒരാളോട് ഉണ്ടായ അനാദരവാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനമാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ വളരെ നാടകീയമായി പ്രശാന്ത് തനിക്ക് അനിയനെ പോലെയാണ് എന്ന് പറഞ്ഞ് വിവാദങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമം R ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടായതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം ആ ഓഫീസ് വിടാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായ ഒരു വലിയ പ്രചാരണ വിഷയമാക്കി മാറ്റും CPM എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കാരണം വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ മത്സരിക്കുമെന്ന തരത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. മറുവശത്ത് VK പ്രശാന്ത് വട്ടിയൂർക്കാവിൽ നിന്ന് വീണ്ടും ജനവിധി തേടുമോ അതോ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറുമോ, ഇതടക്കം ഉള്ള കാര്യങ്ങൾ ചർച്ചകളിൽ നിറയുന്നതിനിടയിലാണ് തൻ്റെ ഓഫീസ് മാറി മരുതൻകുഴിയിലേക്ക് പുതിയ ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ള ഒരു നീക്കം VK പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഓഫീസിലെ സാധനങ്ങളൊക്കെ അവിടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, കെട്ടിടം നമുക്ക് വേറൊരു സ്ഥലത്ത് ഇപ്പോൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അനാവശ്യ വിവാദങ്ങൾ വേണ്ട എന്നാലോചിച്ചിട്ട് അങ്ങോട്ട് മാറുന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ പിന്നിൽ വേറൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ 7 വർഷമില്ലാത്തൊരു തർക്കമാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ അത് തർക്കം ഉണ്ടാക്കിയവർ തന്നെ ആലോചിച്ചാൽ മതി. നേരത്തെ ഒരു 5 വർഷം BJPയുടെ തന്നെ കൗൺസിലർ അവിടെ പ്രവർത്തിച്ചിരുന്നു. അതിനു മുമ്പ് LDFന്റെ കൗൺസിലറോടെ പ്രവർത്തിച്ചിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്തൊരു തർക്കം എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങളും കൂടി ആലോചിച്ചാൽ മതി. എന്തായാലും ഇനിയും ഇങ്ങനെ ഇത്രയും നാൾ ഇതിനു മുമ്പും കൗൺസിലർമാരുണ്ടായിരുന്നു, അപ്പോഴൊന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് R ശ്രീലേഖ കൗൺസിലറായി വന്നതിന് പിന്നാലെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. തൻ്റെ ഓഫീസിലെത്തുന്നവരെ താൻ പാർട്ടി പ്രവർത്തകരായി അല്ല കണ്ടിരുന്നത്. പാർട്ടിയുമായി ബന്ധമില്ലാത്ത നിരവധി ആളുകൾ ഓഫീസിലെത്തുകയും സഹായങ്ങൾ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാത്രം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും ഒരു രാഷ്ട്രീയ വിമർശനമായി തന്നെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം വട്ടിയൂർക്കാവിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നാടകീയമായി വളരെ ദിവസങ്ങൾക്ക് ശേഷം ഓഫീസ് മരുതൻകുഴിയിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹിയിലെ രാംലീല മൈതാനത്തിന് സമീപമുള്ള മോസ്കിനടുത്ത് അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടെ സംഘർഷം. 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഫൈസ് ഇലാഹി മസ്ജിദിന് സമീപമാണ് സംഘർഷമുണ്ടായത്. പള്ളിക്ക് സമീപമുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ ഒരു വിഭാഗം പള്ളി പൊളിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് സംഘടിക്കുകയായിരുന്നു.
സംഘർഷത്തിൽ 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു എന്നാണ് ആരോപണം. JNUവിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ വിവാദ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ സംഭവത്തിൽ അന്വേഷണം തുടങ്ങി ഡൽഹി പോലീസ്. സർവകലാശാലയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്യുന്നതടക്കമുള്ള കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് സർവകലാശാല അറിയിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വീണ്ടും മുദ്രാവാക്യ വിവാദം. ഇടത് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പരിപാടിയിൽ മുഴക്കിയ മുദ്രാവാക്യമാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. 2020 ജനുവരി 5-ന് അന്നത്തെ സർവകലാശാല യൂണിയൻ നേതാക്കൾ അടക്കമുള്ളവർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ വാർഷികാചരണമായിരുന്നു പരിപാടി. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കല്ലറ ഒരുക്കുമെന്ന മുദ്രാവാക്യം വിളിച്ചത്. SFI, ഐസ, DSF പ്രവർത്തകരായ 35 പേരാണ് രാത്രി 10 മണിയോടെ സബർമതി ഹോസ്റ്റലിന് മുന്നിൽ സംഘടിച്ചതെന്നാണ് സർവകലാശാല സുരക്ഷാ വിഭാഗം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ഉമർ ഖാലിദിന്റെയും ഷർജീൽ ഇമാമിന്റെയും ജാമ്യാപേക്ഷയിൽ വിധി വന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധത്തിന്റെ സ്വഭാവം തന്നെ മാറി. വിദ്യാർത്ഥികളിൽ ചിലർ ആക്ഷേപകരവും പ്രകോപനപരവുമായ മുദ്രാവാക്യം മുഴക്കി. ഇത് സുപ്രീം കോടതിയോടുള്ള അവഹേളനമാണെന്നും ചീഫ് സെക്യൂരിറ്റി ഓഫീസർ നൽകിയ പരാതികളിലുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി സർവകലാശാലയും രംഗത്തുവന്നു. സർവകലാശാലകൾ നവീകരണത്തിന്റെയും പുത്തൻ ആശയങ്ങളുടെയും കേന്ദ്രങ്ങളാണ്. അവയെ വെറുപ്പിന്റെ പരീക്ഷണശാലകളാക്കാൻ അനുവദിക്കാനാകില്ലെന്നും സർവകലാശാല അറിയിച്ചു. അതേസമയം ആരോപണങ്ങൾ JNU വിദ്യാർത്ഥി യൂണിയൻ തള്ളി. മുദ്രാവാക്യത്തിന് പിന്നിൽ ഗൂഢാലോചനയില്ല, ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുദ്രാവാക്യങ്ങളെന്നും ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും സർവകലാശാല യൂണിയൻ അറിയിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നിക്കോളാസ് മദൂറോയെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് വെനസ്വേലയിൽ ഉത്കണ്ഠ തുടരുന്നു. സുരക്ഷാസേന തെരുവുകളിൽ പെട്രോളിംഗ് തുടരുകയാണ്. കാരക്കസിൽ വെടിയൊച്ചകൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. മദൂറോയുടെ അറസ്റ്റിനെ മാനവികതയ്ക്കും സ്വാതന്ത്ര്യത്തിനും മനുഷ്യാഭിമാനത്തിനും വേണ്ടിയുള്ള വലിയ ചുവടുവെപ്പ് എന്ന് വിശേഷിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ. എല്ലാ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടിയായ വെൻറ്റെ വെനസ്വേല ആവശ്യപ്പെട്ടു. അതിരൂക്ഷമായ വിലക്കയറ്റത്തിനും സാമ്പത്തിക തകർച്ചയ്ക്കുമെതിരെ ഇറാനിൽ ആരംഭിച്ച ജനകീയ പ്രതിഷേധം കൂടുതൽ പ്രവിശ്യയിലേക്ക് പടരുന്നു. അതിനിടെ വിലക്കയറ്റത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാവുമ്പോൾ ഇറാൻ ഭരണകൂടം കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ്. പ്രക്ഷോഭം മുന്നോട്ടു പോവുകയും അമേരിക്ക ഇടപെടുകയും ചെയ്താൽ നിലവിലുള്ള അവസ്ഥ അപകടകരമാകുമെന്നാണ് ഇറാൻ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. അതേസമയം പ്രക്ഷോഭങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 35ആയി. ഇറാനിയൻ സമ്പദ്വ്യവസ്ഥ വർഷങ്ങളായി US അടക്കമുള്ള പാശ്ചാത്യ ശക്തികളുടെ ഉപരോധങ്ങളാൽ തകർന്ന അവസ്ഥയിലാണ്. കൂടാതെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിൽ നിന്ന് കരകയറി വരുമ്പോഴാണ് പുതിയ പ്രതിസന്ധി രാജ്യത്തെ അസ്ഥിരമാക്കുന്നത്. വിലക്കയറ്റത്തെയും നാണയപ്പെരുപ്പത്തെയും തുടർന്ന് ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. 31 പ്രവിശ്യകളിൽ 27ലും പ്രക്ഷോഭം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 250 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സന്നദ്ധ സേവകരായ ബാസിദ് സേനയിലെ 45 അംഗങ്ങൾക്കും പരിക്കേറ്റു. അതേസമയം പ്രക്ഷോഭം തുടരുന്ന സാഹചര്യത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി രാജ്യം വിടാൻ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ ഇറാൻ ഭരണകൂടം തള്ളി. തികച്ചും അടിസ്ഥാനരഹിതമായ വിവരമാണിതെന്നും ശത്രു രാജ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തയാണിതെന്നും ഇറാൻ അറിയിച്ചു. ഇസ്രയേലുമായി 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനിടെ പോലും ഖമനേയി രാജ്യം വിടാൻ തയ്യാറായില്ലെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടി. നേരത്തെ സുരക്ഷാ സേനയും സൈന്യവും സർക്കാർ ഉത്തരവുകൾ പാലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യമുണ്ടായാൽ 20 കുടുംബാംഗങ്ങൾക്കൊപ്പം ഖമനേയി രാജ്യം വിട്ടേക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. റഷ്യയിലേക്കാവും ഖമനേയി പോകുന്നതെന്നും വിവരമുണ്ടായിരുന്നു. അതിനിടെ സാമ്പത്തികാഘാതം കുറയ്ക്കുന്നതിനായി പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതിമാസ ധനസഹായം പ്രഖ്യാപിച്ചെങ്കിലും പ്രതിഷേധം തണുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവിശ്യയിലേക്ക് പ്രതിഷേധം വ്യാപിക്കുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗ്രീൻലാൻഡ് കരസ്ഥമാക്കാനായി സൈനിക നടപടി ഉൾപ്പെടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസ്.
ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയാണ് ദ്വീപിനെ US സ്വന്തമാക്കാൻ ഒരുങ്ങുന്നതെന്നാണ് വൈറ്റ് ഹൌസിന്റെ വാദം. അതേസമയം ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽപര്യത്തിനെതിരെ യൂറോപ്യൻ നേതാക്കൾ രംഗത്തെത്തി. ഡെൻമാർക്കിന്റെ ഭാഗമായ സ്വയംഭരണാവകാശമുള്ള ലോകത്തെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. US, യൂറോപ്പ്, റഷ്യ എന്നിവയ്ക്കിടയിലുള്ള തന്ത്രപ്രധാനമായ 8,36,000 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ദ്വീപ് രാഷ്ട്രം. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കുകയെന്ന അമേരിക്കൻ മോഹത്തിന് ഏകദേശം 150-ലേറെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള ആഗ്രഹം വീണ്ടും പരസ്യമായി പറഞ്ഞത്. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കിയാൽ മേഖലയിലെ റഷ്യയുടെ താൽപര്യങ്ങളെ ഇല്ലാതാക്കാനാകുമെന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. ഇതിനൊപ്പം ഗ്രീൻലാൻഡിലെ വിപുലമായ ധാതു നിക്ഷേപവും അമേരിക്ക ലക്ഷ്യം വെക്കുന്നുണ്ട്. എണ്ണ, വാതകം, അപൂർവ ധാതുക്കൾ എന്നിവയുൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളുടെ സമ്പന്നമായ നിക്ഷേപം ഗ്രീൻലാൻഡിലുണ്ട്. ട്രംപ് ഭരണകൂടം ഗ്രീൻലാൻഡ് വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ US നിയമനിർമ്മാതാക്കളോട് ഈ ആഴ്ച പറഞ്ഞതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസ് ഇത് സംബന്ധിച്ചിപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ടീമും ഈ ലക്ഷ്യം നേടുന്നതിനായി വിവിധ സാധ്യതകൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നും US സൈന്യത്തെ ഉപയോഗിക്കുന്നത് എല്ലായ്പ്പോഴും കമാൻഡർ ഇൻ ചീഫിന്റെ പക്കലുള്ള ഒരു ഓപ്ഷനാണെന്നും വൈറ്റ് ഹൌസ് പറയുന്നു. അതേസമയം ട്രംപിന്റെ ഭീഷണികൾക്ക് പിന്നാലെ USന്റെ ഏതാക്രമണവും നാറ്റോയുടെ അന്ത്യത്തിലേക്ക് നയിക്കുമെന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സൺ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ 6 യൂറോപ്യൻ സഖ്യകക്ഷികളും ഡെൻമാർക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു. ആർട്ടിക് ദ്വീപിന്റെ ഭാവി ഗ്രീൻലാൻഡിനും ഡെൻമാർക്കിനും മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്നും ബാഹ്യ ഇടപെടലുകൾ നിരസിക്കുന്നുവെന്നും നേതാക്കൾ അറിയിച്ചു. UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് സംയുക്ത പ്രസ്താവനയിൽ നിലപാട് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, News 18. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള അന്തരീക്ഷം ഇതുവരെ ബംഗ്ലാദേശിലായിട്ടില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി. ധാക്കയിൽ നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ ഉന്നതതല യോഗത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. ഡോക്ടർ ഷഫീഖുർ റഹ്മാന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിന് ശേഷം പുറത്തിറക്കിയ പ്രസ്താവന വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ കാലാവസ്ഥ കൌൺസിൽ അവലോകനം ചെയ്തതായി വ്യക്തമാക്കി. മറ്റുപാലന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘപരിവാറിന്റെ വർഗീയ പ്രചാരണം CPM ഏറ്റെടുക്കുന്നുവെന്നാണ് സതീശന്റെ ആരോപണം. ഇത് വർഗീയ കലാപം ഉണ്ടാക്കാനാണെന്നും VD സതീശൻ ആരോപിച്ചു. ഇത് മനഃപൂർവ്വമായി ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നത് എന്നത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ അതേ ശൈലിയിൽ CPM ചെലുത്തുന്ന പരിപാടിയാണ്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും. അത് ആരോടാ പറഞ്ഞത്? ഗുജറാത്തിലെ ഹിന്ദുക്കളോടാണ്. നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കണം, കോൺഗ്രസ് ജയിച്ചാൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയാണ് ഇത്. അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയാണ് ബാലൻ നടത്തിയത്. ബാലൻ നടത്തിയ പ്രസ്താവനയെ CPM അംഗീകരിക്കുന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. AK ബാലനെതിരെ രമേശ് ചെന്നിത്തല. നാട്ടിൽ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാനാണ് AK ബാലന്റെ പരാമർശമെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. BJPയെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാട് മുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. CPMനെതിരെ ജമാഅത്തെ ഇസ്ലാമി. ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കാനാണ് CPM ശ്രമം. തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മതേതര പാർട്ടികളെ പിന്തുണയ്ക്കുമെന്നും ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കി. BJP ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ മാനേജ് ചെയ്യുന്ന അതേ രീതിയിൽ, അതേ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ കേരളത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ CPM ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്വേഷ പ്രചരണങ്ങളെ കേരളം ഒരിക്കലും അംഗീകരിക്കില്ല എന്ന പാഠമാണ് CPMന് കൊടുത്തിരിക്കുന്നത്. BJPയും CPMുമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷ്മമായി ഇത്തരം കാര്യങ്ങളെ കാണാൻ CPM ശ്രമിക്കണം. സഖാവ് AK ബാലൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. കാരണം കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും ഞങ്ങൾ ഭരണത്തിൽ നിന്ന് മാറിയാൽ എന്ന BJPയുടെ ആ നരേഷൻ ഏറ്റെടുത്ത് കലാപാഹ്വാനം ചെയ്യുന്ന ഒരു സംഘമായി പ്രതിപക്ഷത്തെയും മറ്റുമൊക്കെ മാറ്റാൻ ശ്രമിച്ചാൽ അത് അപകടകരമായ രീതിയിലേക്കാണ് വഴി തുറക്കുക.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മന്ത്രിമാരിൽ ബഹുഭൂരിപക്ഷവും മത്സരിച്ചേക്കും. എന്നാൽ തൃത്താലയിൽ മന്ത്രി എം.ബി. രാജേഷ് വീണ്ടും മത്സരിക്കില്ല എന്ന അഭ്യൂഹം ശക്തമാണ്. മന്ത്രി ആർ ബിന്ദുവും മാറി നിന്നേക്കും. കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി വീണ്ടും ജനവിധി തേടുമോ എന്ന കാര്യത്തിലും ഉറപ്പില്ല. വി അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന സീറ്റുകളിലൊക്കെ അതേ സ്ഥാനാർത്ഥികളെ നേരത്തെ മത്സരിച്ച ആളുകളെ തന്നെ മത്സരിപ്പിക്കാനാണ് ഇടതുമുന്നണി ആലോചിക്കുന്നത്. സിപിഎമ്മും 2 ടേം വ്യവസ്ഥയിൽ പൂർണ്ണമായി ഇളവ് നൽകിക്കൊണ്ട് നിലവിലെ എംഎൽഎമാരെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ അതേ സീറ്റുകളിൽ മത്സരിപ്പിക്കാൻ തന്നെയാകും തീരുമാനമെടുക്കുക. കാരണം ഇടതുമുന്നണിക്ക് അക്ഷരാർത്ഥത്തിൽ രാജ്യത്ത് തന്നെ ജീവൻ മരണ പോരാട്ടമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറും. കേരളത്തിൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ളത്. കേരളത്തിൽ ഭരണം നിലനിർത്തിയില്ലെങ്കിൽ ഒരിടത്തും ഭരണമില്ലാത്ത അവസ്ഥയിലേക്ക് സിപിഎമ്മും ഇടതു മുന്നണിയും പോകും. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരരംഗത്ത് ഉണ്ടാകും. പ്രത്യേകിച്ചും മന്ത്രിമാർ ഉണ്ടാകും. തിരുവനന്തപുരത്ത് വി ശിവൻകുട്ടി, നേമത്ത് ബിജെപി അക്കൌണ്ട് പൂട്ടിച്ച ശിവൻകുട്ടി വീണ്ടും നേമത്ത് മത്സരിക്കും. അതിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ ഇടയില്ല. നിലവിലെ സാഹചര്യം അനുസരിച്ച് ശിവൻകുട്ടി തന്നെയാകും നേമത്തെ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി. കൊല്ലത്ത് കെ.എൻ. ബാലഗോപാലും മത്സരിക്കുമെന്ന് ഉറപ്പാണ്. കെ.ബി. ഗണേഷ് കുമാർ പത്തനാപുരത്തിന് മത്സരിക്കുമെന്നും വലിയ വിജയം നേടുമെന്നും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വീണ ജോർജ്, സിപിഎമ്മിന്റെ ആരോഗ്യമന്ത്രി കൂടിയായ വീണ ജോർജ് ആറന്മുളയിൽ 3ാം തവണയും മത്സരിക്കും. വി എൻ വാസവൻ ഏറ്റുമാനൂരിൽ നിന്നും വീണ്ടും ജനവിധി തേടുമെന്ന് ഉറപ്പാണ്. ചെങ്ങന്നൂരിൽ വലിയ ശക്തമായ പോരാട്ടം ഇത്തവണ യു.ഡി.എഫ് ബി.ജെ.പിയും കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ്. അവിടെ സജി ചെറിയാനല്ലാതെ മറ്റൊരു പേര് സിപിഎമ്മിന് മുന്നിൽ ഇല്ല. പി രാജീവ്, കേന്ദ്ര കമ്മിറ്റി കൂടിയായ പി രാജീവ് കളമശ്ശേരിയിലും മത്സരിക്കും. ആർ ബിന്ദു പക്ഷേ ഇത്തവണ ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവിടെ സിപിഎമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ കൂടിയായ എ വിജയരാഘവൻ മത്സരിക്കാനുള്ള സാധ്യതകളാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത്. മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ വീണ്ടും മത്സരിക്കും. പി വി അൻവർ അവിടെ യു.ഡി.എഫിന് വേണ്ടി കളത്തിലിറങ്ങാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. എങ്കിൽ ശക്തമായ ഒരു പോരാട്ടം ബേപ്പൂരിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വി അബ്ദുറഹ്മാൻ സിപിഎമ്മിന്റെ സ്വതന്ത്ര എംഎൽഎയാണ്. താനൂരിൽ നിന്ന് 2 തവണ വിജയിച്ച അദ്ദേഹം ഒന്നുകിൽ താനൂരിൽ മത്സരിക്കും, അല്ലെങ്കിൽ തിരൂരിലോ തവനൂരിലോ മത്സരിക്കാനുള്ള താൽപര്യവും അബ്ദുറഹ്മാൻ സിപിഎം നേതൃത്വത്തെ അറിയിച്ചതാണ് ലഭിക്കുന്ന സൂചനകൾ. എ കെ ശശീന്ദ്രൻ എലത്തൂരിൽ വീണ്ടും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. എൻസിപിയുടെ ടിക്കറ്റിൽ എലത്തൂരിൽ ശശീന്ദ്രൻ അല്ലെങ്കിൽ ആ സീറ്റ് ഏറ്റെടുക്കാൻ സിപിഎം ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശശീന്ദ്രനെ തന്നെ മത്സരിപ്പിക്കാനാണ് അവിടെ സിപിഐ ഇപ്പോൾ ആലോചിക്കുകയും തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. OR കേളു സിപിഎം സംസ്ഥാന സമിതി അംഗം മാനന്തവാടിയിൽ നിന്ന് വീണ്ടും മത്സരിക്കും. കെ കൃഷ്ണൻകുട്ടി ജനതാദൾ നേതാവ് ഇത്തവണ മത്സരിക്കാൻ ഉണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന വ്യക്തമായ സൂചനകൾ. അദ്ദേഹം ഒരു അനാരോഗ്യം കാരണം, പ്രായാധികം കാരണം അദ്ദേഹം മാറി നിൽക്കാനുള്ള സന്നദ്ധത ഇതിനകം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് തന്നെ വീണ്ടും ജനവിധി തേടും. കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ല. സിപിഎമ്മിന്റെ മന്ത്രിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് മത്സരിക്കുന്ന കാര്യത്തിൽ സംശയമുള്ളത് ഇപ്പോൾ എം.ബി. രാജേഷിന്റെയാണ്. തൃത്താലയിൽ നിന്ന് കഴിഞ്ഞ തവണ വിജയിച്ച എം.ബി. രാജേഷ് ഇത്തവണ മത്സരിക്കാനില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പാലക്കാട്ടെ ചില സീറ്റ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലാണ് ഈ വ്യക്തത വരേണ്ടത്. അവിടെ എം.ബി. രാജേഷ് മത്സരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ എം.ആർ. മുരളിയെ പരിഗണിച്ചേക്കാം. ഒറ്റപ്പാലത്ത് PR സൈനെ മത്സരിപ്പിച്ച് പ്രേംകുമാറിനെ ഷൊർണൂരിലേക്ക് മാറ്റാൻ സിപിഎം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ചില മാറ്റങ്ങളുടെ ഭാഗമായി എം.ബി. രാജേഷിന് ഇത്തവണ മത്സരിക്കാൻ ഉണ്ടാകില്ല എന്ന സൂചനകൾ വരുന്നു. പക്ഷേ അദ്ദേഹവും അടുത്ത ആളുകളുമൊക്കെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. എം.ബി. രാജേഷ് മത്സരിക്കുമെന്ന് തന്നെ അവർ ഉറപ്പിച്ച് പറയുന്നു. രാജേഷ് ഇല്ലെങ്കിൽ എം.ആർ. മുരളി അവിടെ മത്സരിച്ചേക്കും. സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി കൂടി എൻ സുരേഷ് ബാബു ആലത്തൂരിൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. സിപിഐയുടെ 4 മന്ത്രിമാരും വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പാണ്. കെ രാജൻ ഉല്ലൂരിൽ 3ാം തവണ അദ്ദേഹത്തിന് ഇളവ് നൽകി 3ാം തവണയും ഉല്ലൂരിൽ കെ രാജനെ മത്സരിപ്പിക്കും. GRNൽ നെടുമങ്ങാട് സിപിഎമ്മിന് ശക്തമായ സ്വാധീനമുള്ള നെടുമങ്ങാട് സിപിഐയുടെ മന്ത്രി GRNന് വീണ്ടും സീറ്റ് നൽകും. അദ്ദേഹം അവിടെ അനായാസം ജയിച്ചു വരുന്ന കണക്കുകൂട്ടലാണ് സിപിഐ നേതൃത്വത്തിനുള്ളത്. ചിഞ്ചുറാണി ചടയമംഗലത്തല്ലെങ്കിൽ ഒരുപക്ഷെ GS ജയലാൽ ഒഴിയുന്ന ചാത്തന്നൂരിലേക്ക് മാറിയേക്കും. ഏതായാലും അവരും മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. പി പ്രസാദ് ചേർത്തല തന്നെ മത്സരിക്കും. അങ്ങനെ മന്ത്രിമാരിൽ പരമാവധി ആളുകളെ രംഗത്തിറക്കാൻ തന്നെയാണ് സിപിഐയും ആലോചിക്കുന്നത്. മറ്റ് മുന്നണികളിലും കടന്നപ്പള്ളി രാമചന്ദ്രന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയമുള്ളത്. ഏത് വിധേനയും ഭരണം നിലനിർത്തുക എന്ന ശക്തമായ ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ് ഇടതുമുന്നണി. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട മന്ത്രിമാരും നേതാക്കളുമൊക്കെ ഇത്തവണയും മത്സരരംഗത്തുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ചെറിയാൻ ഫിലിപ്പ്. ജയസാധ്യതയുള്ള സീറ്റ് നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാണെങ്കിലും സപ്തതി കഴിഞ്ഞതിനാൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ചെറിയാൻ ഫിലിപ്പ് സമൂഹമാധ്യമങ്ങളെ കുറിച്ചു. ശാന്തി കവാടത്തിലെ വൈദ്യുത ശ്മശാനത്തിൽ എരിഞ്ഞടങ്ങുന്നതുവരെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരിക്കും. രാഷ്ട്രീയ ചിന്താശേഷിയിലും ഓർമ്മശക്തിയിലും യുവത്വം നിലനിൽക്കുന്നതിനാൽ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുമെന്നും ചെറിയാൻ ഫിലിപ്പ് പ്രതികരിച്ചു.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാരിൽ ആരൊക്കെ മത്സരിക്കുമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല. യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രാതിനിധ്യമുണ്ടാവും, വിജയസാധ്യതയാവും പ്രധാന മാനദണ്ഡമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അങ്ങനെയല്ല, പാർട്ടി ആണ് ഇക്കാര്യങ്ങളൊക്കെ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. പാർട്ടി അതിനെപ്പറ്റി ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആര് എവിടെ നിൽക്കണം എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ ക്യാമ്പിൽ തന്നെ തീരുമാനിച്ചു, ആരും സ്വയം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കരുത് എന്നുള്ള കാര്യം. എല്ലാവരും അത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആര് നിൽക്കണം നിൽക്കണ്ട എന്നുള്ളതെല്ലാം പാർട്ടി വളരെ ഗൗരവപൂർവ്വം ആലോചിച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായതുപോലെ ഒരു അസ്വാരസ്യവുമില്ലാതെ സ്ഥാനാർത്ഥിയെ പട്ടിക തയ്യാറാക്കിയ ഇത്തവണ ഞങ്ങളത് പ്രഖ്യാപിക്കും. എല്ലാ കാലഘട്ടത്തിലും യുവക്കൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിൽ 53 ചെറുപ്പക്കാർക്ക് നിയമസഭയിൽ മത്സരിക്കാനുള്ള അവസരം കൊടുത്തു. എല്ലാ കാലഘട്ടങ്ങളിലും നൽകുന്നതാണ്. യുവാക്കൾക്ക്, സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പരമാവധി അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ ഇത്തവണയും അതുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര സന്നദ്ധത അറിയിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. പാർട്ടി പറഞ്ഞാൽ ധർമ്മടം ഉൾപ്പെടെ എവിടെയും മത്സരിക്കാൻ തയ്യാറാണ്. പാലക്കാട്ട് കെ സുരേന്ദ്രൻ മത്സരിച്ചാൽ BJP 3ാം സ്ഥാനത്തെത്തുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി എന്താണോ പറയുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. പാർട്ടി എവിടെയാണോ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നത്, എവിടെയാണോ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. പാലക്കാട് എൻ്റെ ജില്ലയാണ്, എൻ്റെ നാടാണല്ലോ. കേരളത്തിൽ എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കും. കായംകുളം മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് രണ്ടാമതെത്തിയതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂട്ടിയതുമാണ് BJPക്കും ശോഭാ സുരേന്ദ്രനും പ്രതീക്ഷ നൽകുന്ന ഘടകം. കായംകുളം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് കായംകുളം എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ തന്നെ ഇത്തവണ മത്സരത്തിനായി ഇറക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് ഏറെക്കുറെ എത്തിയിട്ടുണ്ട്. ശോഭ അത്തരത്തിൽ BJP കായംകുളം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന്റെ കോട്ടയായ കായംകുളത്ത് 2ാം സ്ഥാനത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ വോട്ടിംഗ് പാറ്റേൺ നിലനിർത്താൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് SNDPയുടെ അടക്കം പിന്തുണ നേടിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായാണ് ശോഭ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റം നിലനിർത്താനായാൽ ഇവിടെ ശക്തമായൊരു ത്രികോണ മത്സരത്തിലേക്ക് കായംകുളം എത്തും. അതിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നായി BJPക്ക് കായംകുളം മാറുന്നു എന്നുള്ളതാണ്. ഈഴ വോട്ടുകളും ഒപ്പം തന്നെ NSS വോട്ടുകൾ അടക്കമുള്ള വോട്ടുകൾ വന്നാൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ കേന്ദ്രീകരിച്ച് ആണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം LDF കൃത്യമായ പാർട്ടി വോട്ടുകൾ പോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംഘടനാപരമായ മികവുറ്റ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി, പ്രത്യേകിച്ച് കണ്ടലൂർ, പത്തിയൂർ അടക്കമുള്ള പഞ്ചായത്തുകൾ നേരിട്ട പാർട്ടി കോട്ടകൾ നേരിട്ട വലിയ തിരിച്ചടി ഞെട്ടിക്കുന്നതായിരുന്നു LDFനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ പുതിയ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ അവിടെ നടന്നു എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ഭിന്നതകളെ പരമാവധി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അത് ആ ഒരു റിസൾട്ട് തദ്ദേശ സ്വയംഭരണ ലോക്സഭയിൽ നിന്ന് മാറി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ LDFന് ഉണ്ടായി. അവിടെ 16,000-ഓളം വോട്ടുകളുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലെ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ 16,000-ഓളം വോട്ടുകൾ മറ്റു മുന്നണികളിൽ നിന്ന് വർദ്ധിപ്പിക്കാനായി LDFന് കഴിഞ്ഞു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ LDFും വലിയ പ്രതീക്ഷയിലാണ്. നിലവിലെ അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ്. പ്രതിഭയ്ക്ക് തന്നെ 2 ടേമുകൾ പ്രതിഭ അവിടെ മത്സരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും പ്രതിഭയ്ക്ക് തന്നെ ചിലപ്പോൾ ഇളവ് നൽകി അവിടെ സീറ്റ് നൽകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ CPM ജില്ലാ സെക്രട്ടറി R നാസർ
മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കായംകുളം എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള നിലവിലത്തെ ഒരവസ്ഥയിൽ പ്രതിഭയും പാർട്ടിയിലെ ചില നേതൃത്വവും തമ്മിലുള്ള അസംതൃപ്തികൾ, സംഘടനാപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പ്രതിഭയെ തന്നെ നിലനിർത്തിയാൽ ആ രീതിയിലുള്ള മത്സരത്തിലേക്ക് പോകും. പക്ഷേ അതേസമയം LDF CPM ജില്ലാ സെക്രട്ടറിയെ തന്നെ നിർത്താൻ ആഗ്രഹിക്കുന്ന ജില്ലയിലെ ഒരു സ്ഥലം കൂടിയാണ് കായംകുളം എന്നുള്ളതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ UDFും ഒപ്പം തന്നെ NDAയും LDFും തമ്മിലുള്ള മത്സരം അത് UDFുമായി വരുമ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിലേക്കാണ് കായംകുളം പോവുക. ആ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായി ന്യൂനപക്ഷ വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളും ഒപ്പം നിഷ്പക്ഷ വോട്ടുകളും കൂടെ നേടാൻ കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസും വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ്. UDF ഇപ്പോൾ വളരെ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കായംകുളം. ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ അവിടുത്തെ പോരാട്ടത്തിനിടയിൽ, അതായത് ഇടതുപക്ഷ വോട്ടുകൾ കൂടുതലായി BJP പിടിക്കുകയാണെങ്കിൽ വിജയിക്കാനാകും. തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുക, ന്യൂനപക്ഷ വോട്ടുകൾ കൂടി കൃത്യമായി അവരിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുന്ന വിജയ സാധ്യത ഉണ്ടെന്നുള്ള ഒരു പരിഗണനയിലേക്കാണ്. എന്തായാലും KP ശ്രീകുമാർ, നേരത്തെ മത്സരിച്ച അരിത ബാബു, ഒപ്പം തന്നെ E സമീർ എന്നിവരുടെ പേരുകൾ UDFിൽ നിന്നും കായംകുളത്ത് പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വാശിയേറിയ മത്സരമായിരിക്കും ഒരുപക്ഷെ കായംകുളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുക. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പാർട്ടി ചർച്ച ചെയ്യും മുൻപേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിൽ രാജു എബ്രഹാമിനോട് വിശദീകരണം ചോദിച്ച് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനോട് സംസ്ഥാന നേതൃത്വമാണ് വിശദീകരണം തേടിയത്. ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ ജനീഷ് കുമാറും മത്സരിക്കുമെന്ന് മാധ്യമങ്ങളിലൂടെ ജില്ലാ സെക്രട്ടറി വ്യക്തമായ സൂചന നൽകിയിരുന്നു. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, ഇന്നലെയായിരുന്നു ആ തരത്തിലൊരു പ്രഖ്യാപനം, എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കും, പക്ഷെ അതിനും അപ്പുറത്തേക്ക് കടന്ന് വീണ ജോർജ് വീണ്ടും ആറന്മുളയിൽ മത്സരിക്കും, ജനീഷ് കുമാർ കോന്നിയിൽ മത്സരിക്കും എന്ന പ്രഖ്യാപനം പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്? ശ്രീജ, കഴിഞ്ഞ ദിവസമാണ് ഈ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി CPMന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ ജനീഷ് കുമാറും മത്സരിക്കുമെന്നുള്ള ചോദ്യത്തിനാണ് ആ സാധ്യത അത് തന്നെയാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. സാധാരണ CPMനെ സംബന്ധിച്ച് ഇത്തരമൊരു രീതിയിലല്ല സ്ഥാനാർത്ഥി നിർണ്ണയവും മറ്റു കാര്യങ്ങളും ചർച്ചകളും ഉണ്ടാകുക. അത് സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കുക. പിന്നീടായിരിക്കും അക്കാര്യത്തെക്കുറിച്ചൊരു പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുക. അതിന് ഘടകവിരുദ്ധമായി ഒരു CPMന്റെ ജില്ലാ സെക്രട്ടറി ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞതിനെതിരെയാണ് സംസ്ഥാന നേതൃത്വം ഒരു വിശദീകരണം തേടിയിട്ടുള്ളത്. ഏത് ഘടകത്തിൽ ഇത് ചർച്ച ചെയ്തു, ഒപ്പം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളോട് ഇത്തരത്തിലുള്ള പ്രസ്താവന എന്തുകൊണ്ട് നടത്തി എന്നുള്ള കാര്യങ്ങളിൽ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ആവശ്യപ്പെട്ടുള്ളത്. ഏതായാലും നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ തന്നെ വീണ ജോർജിനും അതുപോലെ തന്നെ K ജനീഷ് കുമാറും രണ്ടുപേരും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ്. അവർ ജനങ്ങളുമായി വലിയ അടുത്തിടപെടുന്നതാണ്. അതുകൊണ്ട് സർക്കാർ വികസന പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ നിൽക്കാനാണ് സാധ്യത എന്നുള്ള രീതിയിൽ ആ സൂചനയാണ് അദ്ദേഹം നൽകിയത്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, പക്ഷേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരും CPMന്റെ രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരും കൃത്യമായി സൂചന നൽകുന്ന രീതിയിലാണ് അദ്ദേഹം ഇന്നലെ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കൃത്യമായ ഒരു വിശദീകരണം സംസ്ഥാന നേതൃത്വം ചോദിച്ചിട്ടുള്ളത്. ശ്രീജ, ശശിനാരായണൻ പത്തനംതിട്ട. മുൻമന്ത്രിയും മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗവുമായ VK ഇബ്രാഹിം കുഞ്ഞിന്റെ ഖബറടക്കം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. ആലുവ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലും ആലങ്ങാട് പള്ളിയിലെ പൊതുദർശനത്തിനും ശേഷമായിരുന്നു സംസ്കാരം. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. 4 വട്ടം MLAയും 2 തവണ മന്ത്രിയുമായ VK ഇബ്രാഹിം കുഞ്ഞ് രോഗബാധിതനായി കഴിഞ്ഞ കുറേ നാളുകളായി ചികിത്സയിലായിരുന്നു. ചടങ്ങിന് ശേഷം പള്ളി അങ്കണത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം. എരുമേലിയിലും നിലയ്ക്കലും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. പമ്പയിൽ നിന്ന് നിശ്ചിത ഇടവേളയിലാണ് തീർത്ഥാടകരെ ഇപ്പോൾ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ നിര മരക്കൂട്ടം വരെ നീണ്ടിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തെ അപേക്ഷിച്ച് തിരക്ക് കുറവാണെങ്കിലും പമ്പയിൽ നിന്നും സന്നിധാനത്തെത്തി ദർശനം നടത്താൻ 7 മണിക്കൂറിലധികം കാത്തു നിൽക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. 1 മണിവരെ 52,000-ഓളം പേർ ദർശനം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ഇത്തവണത്തെ ഹരിവരാസനം പുരസ്കാരം നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിന് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം.
ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ 2012 മുതൽ നൽകി വരുന്നതാണ് ഹരിവരാസനം പുരസ്കാരം. അയ്യപ്പ ഭക്തിഗാനങ്ങൾ നാഗസ്വര വാദന രൂപത്തിൽ പുറത്തിറക്കിയ ആൽബങ്ങളിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതാണെന്ന് വിലയിരുത്തിയാണ് പുരസ്കാരം. പ്രണയിനിയെ സ്വന്തമാക്കാൻ വാഹനാപകടമുണ്ടാക്കി രക്ഷകൻ ചമഞ്ഞെത്തിയ കാമുകനും സുഹൃത്തും നരഹത്യാശ്രമ കേസിൽ അറസ്റ്റിൽ. പത്തനംതിട്ട കോന്നി മാമൂട് സ്വദേശി രഞ്ജിത്ത് രാജൻ, പയ്യനാമൺ സ്വദേശി അജാസ് എന്നിവരെയാണ് പത്തനംതിട്ട പോലീസ് പിടികൂടിയത്. ഒന്നാം പ്രതി രഞ്ജിത്ത് രാജന്റെ പ്രണയിനിയായിരുന്ന യുവതിയെ വാഹനാപകടത്തിൽപ്പെടുത്തിയ ശേഷം അപകടസ്ഥലത്ത് രക്ഷകനായെത്തുക, അതുവഴി യുവതിയുടെ കുടുംബത്തിന്റെ അനുകമ്പ പിടിച്ചുപറ്റി യുവതിയെ സ്വന്തമാക്കുക. ഇതിനുവേണ്ടി പ്രതികൾ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ അപകടമെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇക്കഴിഞ്ഞ ഡിസംബർ 23 വൈകിട്ട് 5:30 പ്രതികൾ മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയനുസരിച്ച് അപകടമുണ്ടാക്കിയത്. കോച്ചിംഗ് ക്ലാസ് കഴിഞ്ഞ് അടൂരിൽ നിന്നും സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്നു യുവതി. കാറിൽ പിന്തുടർന്ന രണ്ടാം പ്രതി വാഴമുട്ടം ഈസ്റ്റ് എന്ന സ്ഥലത്ത് വെച്ച് സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തുകയും വാഹനം നിർത്താതെ പോവുകയുമായിരുന്നു. പിന്നാലെ ഇന്നോവ കാറിലെത്തിയ ഒന്നാം പ്രതി യുവതിയെ കോന്നി ബിലീവേഴ്സ് ആശുപത്രിയിലെത്തിച്ചു. അപകട സ്ഥലത്ത് തടിച്ചുകൂടിയ ആളുകളെ യുവതിയുടെ ഭർത്താവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഒന്നാം പ്രതിയുടെ ഇടപെടൽ. അപകടത്തിൽ യുവതിയുടെ വലത് കൈക്കുഴയുടെ സ്ഥാനം തെറ്റുകയും ചെറുവിരലിന് പൊട്ടലുമുണ്ടായി. ശരീരത്തിന്റെ പല ഭാഗത്തും മുറിവുണ്ട്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വാഹനാപകട കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. തുടർന്ന് നരഹത്യാ കുറ്റം ചുമത്തുകയായിരുന്നു. പത്തനംതിട്ട പോലീസ് സബ് ഇൻസ്പെക്ടർ അലക്സ് കുട്ടിയുടെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം നടക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. പേടി മാറാൻ ആനക്കൊമ്പിലിരുത്തുന്നതിനിടെ 6 മാസം പ്രായമായ കുഞ്ഞ് ആനയുടെ കാൽച്ചുവട്ടിൽ വീണ സംഭവത്തിൽ പിതാവിനെതിരെയും ആനപ്പാപ്പാനെതിരെയും കേസെടുത്ത് പോലീസ്. ഒന്നാം പാപ്പാൻ ജിതിനെതിരെയും ജിതിന്റെ സഹായിയും കുട്ടിയുടെ പിതാവുമായ അഭിലാഷിനെതിരെയുമാണ് ഹരിപ്പാട് പോലീസ് കേസെടുത്തത്. മതപ്പാടിനെ തുടർന്ന് പാപ്പാനെ കുത്തിക്കൊന്ന ആനയുടെ മുന്നിലായിരുന്നു കുഞ്ഞുമായുള്ള പിതാവിന്റെ ഈ ദുസ്സാഹസം. 6 മാസം പ്രായമായ കുഞ്ഞിനെ ആനയുടെ തുമ്പിക്കൈയിൽ ഇരുത്താൻ ശ്രമിക്കുകയും ഒപ്പം തന്നെ ആനയുടെ അടിയിലൂടെ ആ കുട്ടിയെ കൈമാറുകയും ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഹരിപ്പാട് പോലീസാണ് കുട്ടിയുടെ പിതാവും ഒപ്പം തന്നെ ആനപ്പാപ്പാന്റെ സഹായിയുമായ അഭിലാഷിനെതിരെയും ഒന്നാം പാപ്പാൻ ജിതിനെതിരെയും കേസെടുത്തിട്ടുള്ളത്. അഭിലാഷിന്റെ കോട്ടയം സ്വദേശിയായ അഭിലാഷിന്റെ കുഞ്ഞിനെയാണ് അവിടെ ഇത്തരത്തിൽ ഹരിപ്പാട് ക്ഷേത്രത്തിലേക്ക് ചോറൂണിനായി കൊണ്ടുവന്നത്. അതിനുശേഷം കുട്ടിയുടെ പേടി മാറ്റാനാണ് കുട്ടിയെ ഇത്തരത്തിൽ സാഹസികമായ രീതിയിൽ ആനയുടെ അടിയിലൂടെ കൊണ്ടുപോയത് എന്നും ആണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ തുമ്പിക്കൈയിൽ പലതവണ കുട്ടിയെ ഇരുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ 6 മാസം പ്രായമായ ഈ കുഞ്ഞ് നിലത്ത് വീഴുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. കാരണം ഈ സ്കന്ദൻ എന്ന ആന 4 മാസം മുമ്പ് മതപ്പാടിനെ തുടർന്ന് പാപ്പാനെ കുത്തി കൊലപ്പെടുത്തിയതാണ്. ഒപ്പം തന്നെ മറ്റൊരു കൂടെ ഉണ്ടായിരുന്ന സഹായിയായ പാപ്പാന്റെ രണ്ടാം പാപ്പാനെ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആനയാണ് ഇപ്പോൾ ഇതുവരെ അഴിക്കാനുള്ള അനുവാദം വനം വകുപ്പോ ഒപ്പം തന്നെ ദേവസ്വം ബോർഡോ നൽകിയിട്ടില്ല. അത്തരത്തിൽ നിൽക്കുന്ന ഒരു ആനയുടെ അടിയിൽ കൂടിയാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോവുകയും ഒപ്പം തന്നെ ഈ കുട്ടി നിലത്ത് വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ അച്ഛൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കാരണക്കാരായി മാറിയത്. അഭിലാഷും ജിതിനും ചേർന്ന് അതിന് മുൻപ് തന്നെ, അതായത് ഈ കുട്ടിയെ കൊണ്ടുവന്ന് ആനയുടെ തുമ്പിക്കൈയിലേക്ക് കൊടുക്കുന്ന സാഹചര്യത്തിന് വെക്കുന്നതിന് മുൻപ് തന്നെ ഈ ആനയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ മർദ്ദിച്ച ആനയുടെ അടുത്തേക്കാണ് ഈ പാപ്പാന്മാർ ചേർന്ന് മർദ്ദിക്കുന്ന ആനയുടെ അടുത്തേക്കാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോയത് എന്നുള്ളതും ഈ സംഭവത്തിന്റെ ഗൗരവം വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന കംപ്ലീറ്റ് ആൾക്കാരും ഇങ്ങോട്ട് കയറിയില്ല. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് ജിതിനെതിരെയും ഒപ്പം തന്നെ അഭിലാഷിനെതിരെയും കേസെടുത്തിട്ടുള്ളത്. ആനയുടെ പാപ്പാനായ ജിതിനോട് ദേവസ്വം ബോർഡ് വിശദീകരണം ചോദിച്ചുകൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അഭിലാഷിനെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ കണ്ടുവന്ന, അതായത് നാട്ടുകാർ ഉൾപ്പെടെ ഈ കുട്ടിയെ അവിടേക്ക് കൊണ്ടുപോകുന്നതിനെതിരെ എതിർത്തുകൊണ്ട് വിളിച്ചു പറയുന്നത് അടക്കം ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്തായാലും ഈ ഗുരുതരമായ സംഭവത്തിലാണ് പോലീസും ഇപ്പോൾ ദേവസ്വം ബോർഡും കർശന നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇടുക്കി മാങ്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. മാങ്കുളം താളുകണ്ടം കുടിയിലായിരുന്നു സംഭവം. താളുകണ്ടം സ്വദേശി സതീശനാണ് പരിക്കേറ്റത്. ഇയാളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ
പ്രവേശിപ്പിച്ചു. കാപ്പി വിളവെടുക്കുന്നതിനിടെ കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഓടി രക്ഷപ്പെടുന്നതിനിടയിലാണ് പരിക്കേറ്റത്. കാൽ തട്ടി വീണ സതീശന്റെ കാലിൽ കാട്ടാന ചവിട്ടി. കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ ശബ്ദമുണ്ടാക്കിയാണ് ആനയെ തുരത്തിയത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് വിവരം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഭീതി പടർത്തുന്നു. ഇടുക്കി പീരുമേട്ടിൽ ഏലപ്പാറ ടൗണിന് സമീപം എത്തിയ കാട്ടാനയാണ് നാട്ടുകാരിൽ ഭീതി ഉളവാക്കുന്നത്. ആനയെ തിരികെ കാട്ടിലേക്ക് വിടാൻ വനം വകുപ്പ് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും വിഫലമാവുകയാണ്. ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യത്തിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം നാട്ടിലിറങ്ങിയ കാട്ടാന ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലുമായി കറങ്ങി നടക്കുകയായിരുന്നു. ടൗണിന് സമീപം ശാന്തിനഗർ ഭാഗത്തെത്തിയ കാട്ടാനയെ കണ്ട് നാട്ടുകാർ ബഹളം വെച്ചതോടെ ആന സമീപത്തെ തേയിലത്തോട്ടത്തിലേക്ക് കയറി. പിന്നീട് ആന പുതുലയം ഭാഗത്തെത്തി. ഈ സമയം ഈ ഭാഗത്തുകൂടി ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന യാത്രക്കാർ കാട്ടാനയെ കണ്ടതോടെ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തി. നിരവധി തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ പണിക്കിറങ്ങുന്നതും അധിവസിക്കുന്നതുമായ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. ആന ഞാൻ ഇറങ്ങി വീട്ടിൽ താഴെ ഇറങ്ങി പോകുമ്പോൾ ആന എൻ്റെ മുമ്പ് വന്ന് നിൽക്കുമായിരുന്നു. അതിന് മുന്നേ അവിടെ വാര അവിടെ വെട്ടി അവിടെ വലിച്ച് താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ കയ്യാലൊക്കെ പോയിട്ടുണ്ട്. അവിടെ അതിലേ കയറി ഇതിലേ വരുമ്പോഴാണ് ലൈൻസിനടുത്ത് ഞാൻ ഇറങ്ങി ഈ പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആന നേരിട്ട് കണ്ടപ്പോഴാണ് ഇങ്ങോട്ട് ഓടി വരുമ്പോഴാണ് പിള്ളേരുടെ കഥവൊക്കെ തുറന്നല്ലേ കിടക്കുന്നത്. കഥവടയ്ക്കാനായിട്ട് എല്ലാവരും വിളിച്ച് പറയുകയും ചെയ്യും. ആദ്യമായാണ് ഇത്തരത്തിൽ ആന ഈ മേഖലയിലേക്ക് എത്തുന്നതെന്നും ഭയപ്പാടോടെയാണ് വീടുകളിൽ കഴിയുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് വിളിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പണിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു നടപടിക്ക് എടുത്താന്ന് സാറേ. ഫോറസ്റ്റുകാർ വന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടില്ല. താഴെ വന്നത് ഫോറസ്റ്റുകാരൊക്കെ വന്നെന്ന് പറഞ്ഞ്, പക്ഷെ ഞങ്ങൾ അവരെ കണ്ടില്ല. ഇവിടെയൊക്കെ റിപ്പോർട്ടെന്ന് പറഞ്ഞു. വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം വനാതിർത്തിയിലെ ഫെൻസിംഗ് നിർമ്മിക്കുവാനുള്ള തീരുമാനത്തിൽ വനംവകുപ്പ് വീഴ്ച വരുത്തുകയാണെന്ന് ആരോപണമുണ്ട്. കൃത്യമായ രീതിയിലുള്ള RRTയുടെ പരിശോധന ഇവിടെ കൃത്യമാക്കണം. അതേപോലെ തന്നെ കേന്ദ്ര ഫണ്ടിൽ നിന്നും MP ഉൾപ്പെടെയുള്ള ആൾക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും ഇതുവരെയായിട്ടും വനമേഖലാ കേന്ദ്രങ്ങളിൽ ഇതുവരെയായിട്ടും ഫെൻസിംഗ് പോലും നടത്താത്ത സാഹചര്യമാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരത്തിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകും. ആനയെ എത്രയും വേഗം കാട് കയറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രദേശത്ത് RRT ടീമിനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ടൗണിന് സമീപം കടുവ ഇറങ്ങിയതായി സംശയം. കട്ടപ്പന പ്രധാന റോഡിന് സമീപത്തെ DTPC പാർക്കിന് സമീപമാണ് കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതോടെ ഇടുക്കി നഗരം പാറ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലർച്ചെ 3 മണിയോടെ കട്ടപ്പന ചെറുതോണി റോഡിലൂടെ കടന്നുപോയ ലോറി ഡ്രൈവറാണ് കടുവയെ കണ്ടതായി പറഞ്ഞു. തിരുവനന്തപുരം പാപ്പനംകോട് വാഹനാപകടത്തിൽ മാധ്യമപ്രവർത്തകൻ മരിച്ചു. ചന്ദ്രിക ദിനപത്രത്തിലെ ഫോട്ടോഗ്രാഫർ K. ഗോപകുമാറാണ് മരിച്ചത്. ബൈക്കിൽ KSRTC ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. ഭാര്യ ബിന്ദുവിനും പരിക്കേറ്റു. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ സബ് ഇൻസ്പെക്ടറാണ് ബിന്ദു. എറണാകുളം തൃക്കളത്തൂർ കാവുംപടിയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം ലോറിയുമായി കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡിൽ രാവിലെ 5:45 അപകടം. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇതര സംസ്ഥാന തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പത്തനംതിട്ട നാരങ്ങാനം മടത്തുംപടിയിൽ വാഹനാപകടം. സ്കൂട്ടറും പിക്കപ്പ് വാനും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ശ്രീരാജ്, ഭാര്യ സുജ എന്നിവർക്കാണ് പരിക്കേറ്റത്. ദേശീയപാത 85-ൽ ഇരുട്ടുകാനത്തിന് സമീപം വാഹനാപകടം. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാർ പാതയോരത്ത് നിന്ന് താഴ്ചയിലേക്ക് പതിച്ചു. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 നാൾ സന്ദർശനം കഴിഞ്ഞ് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത്.
അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ടെത്തിയ ജീപ്പ് ഇടിച്ച് യുവതി മരിച്ചു. കിളിമാനൂർ പാപ്പാലയ്ക്ക് സമീപമായിരുന്നു അപകടം. പിന്നിലൂടെ എത്തിയ ജീപ്പ് ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയും യുവതിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങുകയുമായിരുന്നു. കടക്കൽ സ്വദേശി രഞ്ജിത്തിന്റെ ഭാര്യ അംബികയാണ് മരിച്ചത്. നിർത്താതെ പോയ ജീപ്പ് കൊല്ലം അടയമണ്ണിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ജീപ്പിലുണ്ടായിരുന്ന 3 പേരിൽ ഒരാളെ പോലീസ് പിടികൂടി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ഓട്ടോറിക്ഷ ഇടിച്ച് 2 പേർക്ക് ഗുരുതര പരിക്ക്. ദേശീയപാതയിലെ LIC ഓഫീസിന് സമീപം നിർത്തിയിട്ടിരുന്ന പാഴ്സൽ ലോറിക്ക് പിന്നിൽ കൊല്ലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയാണ് ഇടിച്ചു കയറിയത്. ഫയർഫോഴ്സ് എത്തി ഓട്ടോ വെട്ടിപ്പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് നിഗമനം. പരിക്കേറ്റ ഇരുവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. KSRTC ബസ്സിന് നേരെ കല്ലെറിഞ്ഞതിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത വയോധികൻ ആത്മഹത്യ ചെയ്തു. ഉപ്പള മണ്ണങ്കുഴി സ്വദേശി ഹമീദ് അലിയാണ് കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ ആത്മഹത്യ ചെയ്തത്. കേരള കർണാടക അതിർത്തിയിലെ തലപ്പാടിയിലാണ് സംഭവം. ഉപ്പള മണ്ണങ്കുഴി സ്വദേശി അബ്ദുൾ ഹമീദ് 4 ബസ്സുകൾക്ക് കൈ കാണിച്ചുവെങ്കിലും നിർത്താൻ ബസ്സുകൾ തയ്യാറായില്ല. തുടർന്നെത്തിയ KSRTCയുടെ അവസാന ബസ്സും നിർത്താതെ പോയതോടെ പ്രകോപിതനായാണ് കല്ലെറിഞ്ഞത്. കല്ലെറിയിൽ ബസ്സിന്റെ പിൻവശത്തെ ചില്ല് തകർന്നിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,785 രൂപ, പവന് 1,02,280 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 10,615 രൂപ, പവന് 84,920 രൂപ. വെള്ളി ഗ്രാമിന് 265 രൂപ, കിലോഗ്രാമിന് 2,65,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് at 6 പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം.